ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुपेश कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। हरे कृष्णा हरि ओम तत्सत। भगवद गीता as it is അധ്യായം 10 the opulence of the absolute. ഒന്നാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ വായിക്കുന്നത്. ശ്രീ ഭഗവാൻ ഉവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാനായ വക്ഷ്യാമി ഹിതകാമ്യയാ. ശ്രീ ഭഗവാൻ ഉവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാനായ വക്ഷ്യാമി ഹിതകാമ്യയാ. കേസിമേ മാതാജി. हरे कृष्णा। श्री भगवानुवाच भूय एव महाबाहो शृणु मे परमां वचा यत्तेऽहं प्रीयमाणाय वक्ष्यामि हितकाम्यया। ओके, रूपेश माताजी. हरे कृष्ण प्रभुजी। श्री भगवानुवाच भूय एव महाबाहो शृणु मे परमं वचः यत्तेऽहं प्रीयमाणाय वक्ष्यामि हितकाम्यया। वेरी गुड. पार्वती माताजी. हरे कृष्ण। श्री भगवानुवाच भूय एव महाबाहो शृणु मे परमं वचः यत्तेऽहं प्रीयमाणाय वक्ष्यामि हितकाम्यया। वेरी गुड. मनोज प्रभु. हरे कृष्ण प्रभु। हरे कृष्ण. श्री भगवानुवाच भुवाय इव महाभावो शृणु मे परमारवचे यत्तेऽहं प्रीयमाणाय वेश्यामि हितकामाय. വെരി ഗുഡ്. പിന്നെ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കുമെന്ന് മാതാജി. ഉണ്ടോ? കയ്യിലുണ്ടോ മലയാളം ഭഗവത്ഗീത? രൂപേശ്വരി മാതാജി മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം. കേൾക്കൂ, ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. Very good. The Supreme Personality of Godhead said, listen again, O mighty armed Arjuna, because you are my dear friend, for your benefit I shall speak to you further, giving knowledge that is better than what I have already explained. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും സമയം പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന നിലയിലുള്ള ഒരു ജ്ഞാനത്തെയാണ് പകർന്നു തരാൻ പോകുന്നത് എന്ന് ഭഗവാൻ പറയും. നമ്മുടെ നല്ലൊരു വെൽവിഷർ ആണെങ്കിൽ ആക്ച്വലി എന്താണ് അത് ചെയ്യുക? നമ്മൾ പറഞ്ഞു തരിക, ഉപദേശിക്കുക. നമ്മൾ പറയുന്നതിന് യെസ് മൂള് അല്ല ചെയ്യുക. അതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണ് നല്ല വെൽവിഷർ. നമ്മളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൗതിക തലത്തിൽ അവർ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് യെസ് മൂള് തലയാട്ടും. അത് വെൽവിഷർ അല്ല.
എവിടെ തെറ്റുണ്ടോ അവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ആയിരിക്കണം നമ്മുടെ വെൽവിഷർ. ഇവിടെ ഭഗവാൻ ആ ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നത്. അർജുനോട് പറയാണ് ഇതെല്ലാം, അതായത് അർജുന താൻ വിചാരിക്കുന്നതെല്ലാം അത് ശരിക്കുള്ള ഒരു തലത്തിലല്ല, തെറ്റാണ്, അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതായിരിക്കണം എൻ്റെ സുഹൃത്തും എന്നോട് യെസ് പറയേണ്ടത്. അതിന് എതിർത്ത് പറഞ്ഞാൽ ആ ബന്ധം അവിടെ പോയി. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ആള്. ഹൃദയത്തിനോട് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആളായിരിക്കണം. അപ്പൊ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരത്തിൽ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇവിടെ അർജുനും ഭഗവാനും തമ്മിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് വളരെ ഓപ്പണായിട്ട് പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഉന്നത തലത്തിലുള്ള ജ്ഞാനമാണ് അർജുന തനിക്ക് തരാൻ പോകുന്നത്. അപ്പോൾ വെൽവിഷർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചാസ്റ്റൈസ് ചെയ്യും, നമ്മളെ സ്കോൾഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ അല്ലാതെ ആള് എന്താണ്, ഓൺലി ഫോർ മെറ്റീരിയൽ ബെനിഫിറ്റ്. അതിനു വേണ്ടിയിട്ട് യെസ് എന്ന് പറഞ്ഞാൽ അവിടെ യെസ്, അവിടെ യെസ് പറഞ്ഞാൽ അവിടെ യെസ്, അങ്ങനെയല്ല ആയിരിക്കും. നമ്മളുടെ വെൽവിഷിംഗ് ഫ്രണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മളെ ചാസ്റ്റൈസ് ചെയ്യാനും സ്കോൾഡ് ചെയ്യാനും നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം നമ്മൾ കൊടുക്കണം. അപ്പോഴേ നമ്മൾ എല്ലാവരും ആരും പെർഫെക്റ്റ് ഇല്ല. എസ്പെഷ്യലി നമ്മുടെ സീനിയർ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും കൂട്ടു നിൽക്കല്ല. സാധാരണ അങ്ങനെയാണ് ഈ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ അത് ഫ്രണ്ട് എന്നുള്ള നിലയിൽ അതിനെ കൂട്ടുനിന്ന് അതിനെ ഈ സമ്മതം വെച്ച് നമ്മളെ വഷളാക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ഗുരു, ഒരു ഡിവോട്ടി, അല്ലെ, ഇവൻ ഭഗവാൻ തന്നെ, ഭഗവാൻ അവിടെ അർജുനന്റെ അടുത്താരാണ്? ഭഗവാനുള്ളത്. ഈവൻ ഒരു ഭഗവാനും കൂടി. അതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഒരു ഭഗവാനോ ഒരു ഗുരുവിനോ, അതായത് ഒരു അമ്മയ്ക്കോ ഒരു അച്ഛനോ ഒരു ബന്ധുവിനോ, ഏതൊരു തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയാണോ ഭഗവത് ധാമിലേക്ക്, ഭഗവത് പാദത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്, അവര് ആ പൊസിഷനിൽ ഇരിക്കാനുള്ള അർഹത ഇല്ല എന്നുള്ളത്. അപ്പോൾ വെൽവിഷർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നന്മയായിരിക്കണം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയാറുണ്ട്, അതായത് നമ്മളായിട്ട് ഒരു ആളായിട്ട് ഒരു സത്സംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം അവരുടെ ഭക്തി താഴ്ന്ന നിലയ്ക്ക് പോകാൻ പാടില്ല. അതിന് അഹിംസ എന്ന് പറയുന്നു. നമ്മൾ അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ വയലൻസ്, അല്ലേ? ഒരാളെ ഉപദ്രവിക്കുക, ഒരാളെ കൊല്ലുക, അതാണ് അഹിംസ നമ്മുടെ. അത് ഫിസിക്കൽ വയലൻസ്. അതിനും ഉപരിയാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. അതൊരു തവണയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കാരണം വേറൊരു വ്യക്തി ഭക്തിയിൽ താഴെ പോകണം വിചാരിക്കുക, അത് ഇതിനേക്കാളും കൂടുതൽ വലിയ ഹിംസ. അതിനേക്കാളും വലിയ ഹിംസ. കാരണം വെച്ചാൽ നമ്മൾ കാരണം ഒരാളുടെ ഭക്തി കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാരണം കൂടുതലേ വേണ്ടത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കണം, നമ്മൾ കാരണം അവരുടെ ഭക്തി കൂടിയിട്ടില്ലെങ്കിലും കുറയാതിരിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിയായിരിക്കും. ഇപ്പൊ ഹിംസ എത്ര വലിയ ഇതാണല്ലേ? വയലൻസ്, അതാണ് വയലൻസ്. ഏറ്റവും വലിയ വയലൻസ് നമ്മൾ ഭഗവാനിൽ നിന്നും പുറകിലേക്ക് ആൾക്കാരെ വിളിക്കുക, നമ്മളുടെ ഡീലിങ്സ് കൊണ്ട്, നമ്മളുടെ ബിഹേവിയർ കൊണ്ട്. അത് വലിയൊരു ഹിംസയാണ് പറയുന്നത്. അപ്പോൾ അഹിംസ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് ആര് സമ്പർക്കം ചെലുത്തുന്നു അവരുടെ ഭക്തി കൂടണം. അറ്റ്ലീസ്റ്റ് കൂടിയില്ലെങ്കിലും അവരുടെ ആ ലെവലിൽ നിന്ന് താഴെ വരാൻ പാടില്ല. ഇവിടെ അർജുനന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഭഗവാനായിട്ടുള്ള സമ്പർക്കമാണ്, ഭഗവാനായിട്ടുള്ള അസോസിയേഷനാണ്. നമുക്ക് അതിൻ്റെ ഭാഗ്യമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഭഗവാനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഗുരുജനങ്ങളുണ്ട്, ആചാര്യന്മാരുണ്ട്, ശിവപ്രഭുപാദരെ ബുക്സ് ഉണ്ട്. ആ ബുക്സ് തന്നെ ഇറ്റ്സ് എ ലോ ബുക്ക് ഫോർ അനദർ 10,000 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് വിൽ ബി എ ലോ ബുക്ക് ഫോർ അനദർ 10,000 years. ഇപ്പൊ നമുക്ക് എന്താണല്ലോ ഒരു പേടിയില്ല. അപ്പൊ ഇതില് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിച്ചാൽ തന്നെ കാര്യം കഴിഞ്ഞു. അപ്പോൾ
നല്ലത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ശ്രദ്ധ ശാസ്ത്രത്തിലായിരിക്കും. ആ ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരുന്നത് അത് നമ്മൾ ശ്രദ്ധയോടുകൂടി അത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഗുരു, സാധു, ശാസ്ത്ര, ഈ 3 ഇതാണ് നമുക്കുള്ളത് അല്ലേ. അപ്പൊ ഈ 3ലും ഏറ്റവും ഉത്തമമായിട്ടുള്ള ലെവൽ ഏതാണ്? ശാസ്ത്രം. ശാസ്ത്രത്തിന് ഫോളോ ചെയ്യലും പിന്നെ കാര്യമില്ല. അപ്പൊ ഗുരു എന്താണ് പറയുന്നത്, സാധു എന്താണ് പറയുന്നത്, സാധു എന്താണ് പറയുന്നത്, ശാസ്ത്രം എന്താണ് പറയുന്നത്. അപ്പൊ ഗുരു, സാധു, ശാസ്ത്രം. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്തായിരിക്കണം? ശാസ്ത്രം. കാരണം ശാസ്ത്രം എന്താണ് പറയുന്നത് നമ്മൾ ഗുരുവിന്റെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. മഹാജന ഏന കഥാസ പന്ഥ, മഹാജനങ്ങളെ ഫോളോ ചെയ്യാന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഒരു ഗുരു അത് പറയുന്നില്ലെങ്കിൽ ശരിക്കുള്ള പ്രാമാണിക് ഗുരു അല്ല അദ്ദേഹം, ബോണഫൈഡ് ഗുരു അല്ല. അപ്പോൾ എങ്ങനത്തെ ആയിരിക്കണം ഗുരു, ആചാര്യൻ, സാധു എങ്ങനത്തെ ആയിരിക്കണം? അത് ശാസ്ത്രത്തിൽ പറഞ്ഞില്ല. അപ്പൊ അത് പ്രകാരം നമുക്ക് ഗുരുവിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപ്രകാരം നമുക്ക് ആചാര്യന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രാമാണിക ഗുരു ആണെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രത്തിൽ പ്രതിപാദിച്ച പ്രകാരം നമ്മൾ സ്വീകരിക്കണം. എന്താണ് ഒരു ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ, ഒരു ഡിസൈപ്പിളിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞു. അപ്പോൾ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശാസ്ത്രം. ആ ശാസ്ത്രത്തിന്റെ പ്രകാരമാണ് നമ്മൾ ഗുരു, സാധുവിന്റെ ഫോളോ ചെയ്യുന്നത്, ബോണഫൈഡ് ആയിട്ടുള്ള സമ്പ്രദായത്തിൽ. So the word Bhagwan is explained thus by Parasara Muni, one who is full in 6 opulences. Okay, എന്തൊക്കെയാണത്? 6 ഐശ്വര്യങ്ങൾ. സംസ്കൃത് വേർഡ്സ് എന്താണ്? പരാശരമുനിയുടെ പത്മപുരാണത്തിലുള്ള വേർഡ്സ്. സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രേയഃ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണം ഭഗ ഇതിം ഗണ. പ്രഭുജി ചിലപ്പോ മീനിങ് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. 6 ഷഡ്: സ്ട്രെങ്ത്, വെൽത്ത്, ബ്യൂട്ടി, റിനൗൺസിയേഷൻ, നോളേജ്, വെൽത്ത് പറഞ്ഞു 6 ഐശ്വര്യ. ഐശ്വര്യസ്യ സമഗ്രസ്യ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഓപ്പുലൻസസ്, സമഗ്ര എല്ലാ ഓപ്പുലൻസും. വീര്യസ്യ പറഞ്ഞാൽ സ്ട്രെങ്ത്, യശസ് പറഞ്ഞാൽ ഫെയിം, ശരി പറഞ്ഞാൽ ബ്യൂട്ടി ആൻഡ് ഇതാണ് വെൽത്ത്. ഓക്കെ, രണ്ടും കൂടിയിട്ടാണ്. സോ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രിയ ജ്ഞാനം വൈരാഗ്യം. ജ്ഞാനം വൈരാഗ്യം അതായത് നോളജ് ആൻഡ് റിനൗൺസിയേഷൻ. ഇത് 6 കൂടിയതാണ് ഈ 6 ഓപ്പുലൻസ്. ഈ 6 ഓപ്പുലൻസ് ഫുള്ളായിട്ട് മാർക്കാനുള്ളത് പരാശരമുനിയുടെ അഭിപ്രായ പ്രകാരം ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഫുൾ സ്ട്രെങ്ത്, ഫുൾ ഫെയിം, വെൽത്ത്, നോളജ്, ബ്യൂട്ടി ആൻഡ് റിനൗൺസിയേഷൻ ഈസ് ഭഗവാൻ. Bhagavan, Bhaga means opulences. One who possesses. Okay? Adana Bhagavan. But one who possesses all these 6 opulences can be called as Bhagavan or the Supreme Personality of Godhead. While Krishna was present on this earth, he displayed all 6 opulences. Therefore, great sages like Parashara Muni have all accepted Krishna as Supreme Personality of Godhead. Apo ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് ഈ എല്ലാ ഐശ്വര്യങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. Now Krishna is instructing Arjuna in more confidential knowledge of his opulences and his work previously. Beginning with the 7th chapter, the Lord has already explained his different energies and how they are acting. എന്താണ് ഇതിന്റെ പ്രത്യേകത? 7 to 12, chapter 12 ഇതിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത? ഭക്തി അല്ലേ പ്രഭുജി സ്പെസിഫൈ ചെയ്യുന്നത്? ഭക്തി, യെസ്. ഭക്തി മാർഗത്തിന്റെ പറ്റിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് മിഡിൽ 6 ചാപ്റ്റേഴ്സ് ഓഫ് ഭഗവത്ഗീത. മറ്റേത് കർമ്മം, അവസാനത്തെ ജ്ഞാനം. അപ്പൊ ഭക്തിയെ ഊന്നി പറയാണ്. അപ്പോൾ എല്ലാം ഈ 6 ചാപ്റ്റേഴ്സും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി
Bhakti only, nothing else. Now, in this chapter, he explains specific opulences to Arjuna. അതുകൊണ്ടാണ് ഇതിന്റെ ക്യാപ്ഷൻ എന്താണ്? കേൾക്കുന്നില്ല സിനിമാദേവി. Opulences of the absolute. സ്പെസിഫിക്കലി ഭഗവാന്റെ ഐശ്വര്യത്തെ പറ്റി വർണ്ണിക്കുന്ന ചാപ്റ്ററാണ് ഓപ്പുലൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. So in the previous chapter, he's clearly explained his different analysis to establish devotion in firm conviction. Again, in this chapter, he tells Arjuna about his manifestations and various opulences. The more one hears about the Supreme God, the more one becomes fixed in devotional service. One should always hear about the Lord in the association of devotees. That will enhance one's devotional service. അപ്പോൾ എത്രത്തോളം കൂടുതൽ കേൾക്കുന്നു അത്രത്തോളം നമുക്ക് ഭഗവാനായിട്ടുള്ള ആ അടുപ്പം, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. ആദ്യം എന്താണ്? ശ്രവണം. പലതും നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടാൻ തോന്നുന്നത്, അല്ലേ? കണ്ടിട്ടായിരിക്കില്ല, കേട്ടിട്ട്. ഒരാളെ പറ്റിയിട്ട് കേട്ടിട്ട്. അതിന് ഉദാഹരണം എന്താണ്? രുക്മിണി ദേവി. രുക്മിണി ദേവി. ഭഗവാനെ കണ്ടിട്ടില്ല. രുക്മിണി ദേവി എന്നും ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ടും ഭഗവാന്റെ ഓപ്പുലൻസിനെ പറ്റിയും കേട്ടിരുന്നു ബ്രാഹ്മണന്മാരുടെ അടുത്ത്. അങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തത്, അല്ലേ? അപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല, പക്ഷെ അവരെ പറ്റി കേട്ടിട്ടുണ്ടാവും. പല ക്രിക്കറ്റ് പ്ലെയേഴ്സും ഫിലിം സ്റ്റാർസിനെയും അവരൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടിട്ടില്ല. പക്ഷെ അവരോട് ഒരു അടുപ്പം നമുക്ക് അങ്ങനെ കേട്ടിട്ട് അവരുടെ ഓപ്പുലൻസ് കേട്ടിട്ട് നമുക്ക് അടുപ്പം വരും. അപ്പോൾ ഭഗവാന്റെ കാര്യത്തിൽ വല്ലതും സംശയമുണ്ടോ? So discourses in the society of devotees can take place only among those who are really anxious to be in Krishna consciousness. Others cannot take part in such discourses. The Lord clearly tells Arjuna that because Arjuna is very dear to him, for his benefit, such discourses are taking place. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നുണ്ട് നിരന്തരം, അല്ലേ? നമ്മൾ ഭഗവാനെ കണ്ടിട്ടില്ല, ഭഗവാൻ ഉള്ള സമയത്തും ജീവിച്ചിരുന്നിട്ടില്ല. ജീവിച്ചിരുന്നിരിക്കാം, ഏത് ശരീരത്തെ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ലീലകൾ ശ്രവിച്ച് ഭഗവാനോട് സ്നേഹം, ഇഷ്ടം തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ അറിയില്ല, ഒന്നും അറിയില്ല, അല്ലെ? അത് അങ്ങനെ ഇഷ്ടം വരാനുള്ള കാരണം എന്താണ്? ആചാര്യന്മാരുടെ ആ കരുണ. ആചാര്യന്മാര് ഇപ്പൊ വ്യാസദേവൻ ഇതൊന്നും രചിച്ചിട്ടില്ലെങ്കിൽ നരസിംഹ ഭഗവാൻ വന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. മത്സ്യം വന്നത് അറിയാൻ പറ്റുമോ? ഇല്ല, ഒന്നും അറിയില്ല. ഇപ്പൊ ഈ ശാസ്ത്രങ്ങളൊന്നും രചിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനെ പറ്റി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ ആചാര്യന്മാര് എന്താണ്? അവര് കമ്പാഷനായിട്ട്, അവരുടെ കാരുണ്യം കാരണം നമ്മളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആചാര്യന്മാരൊന്നും നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടി വരും. അല്ല, ഇപ്പോഴും അതന്നെയാണ്. രണ്ട് കാലുണ്ടെന്ന് മാത്രം, നാല് കാലിലല്ല. കാരണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും നമ്മൾ മൃഗങ്ങളെ പോലെ പെരുമാറുന്നു, ജീവിക്കുന്നു, അല്ലെ? മിക്ക ആൾക്കാരും ഡിവോട്ടീസ് അറ്റ്ലീസ്റ്റ് ദേ പ്രാക്ടീസിങ്. So the Lord clearly tells Arjuna that because Arjuna is very dear to him, for his benefit, such discourses are taking place. ആരുടെ? അർജുനന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭഗവാന്റെ നാമ, ഗുണ, ലീല, രൂപം ഇതിനെ പറ്റിയിട്ടൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും വീണ്ടും ഭക്തന്മാരുടെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്. ആരുടെ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 2. എന്തായാലും ഇതിലെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കമന്റ്സ് ഉണ്ടോ? സെക്കൻഡിൽ പോവാം. നമേ വിദുസുരാഗണ പ്രഭവം ന മഹർഷയാ അഹം ആദിർഹി ദേവാനാം മഹർഷിണാം ച സർവസാ. നമേ വിദുസുരഗണ പ്രഭവം ന മഹർഷയാ അഹം ആദിർഹി ദേവാനാം മഹർഷിണാം ച സർവസാ. ഓക്കെ, സിമി മാതാജി. Hare Krishna.
न मे विदुसुरगाना प्रभवां न महर्षया अहम् आदिर्हि देवानां महर्षीणां च सर्वशः. Zobesi Mataji. हरे कृष्ण प्रभु जी. न मे विदुहा सुरगणाः प्रभवं न महर्षयाम् अहम् आदिर्हि देवानां महर्षीणां च सर्वशः. Okay, Parvati Mataji. न मे विदुसुरगणा प्रभवं न महर्षया अहम् आदिर्हि देवानां महर्षीणां च सर्वशः. Babida Mataji. हरे कृष्ण. Hare Krishna. न मे विदुसुरगणा प्रभवं न महर्षयः अहम् अधिर्हि देवानां महर्षीणां च सर्वः. Manoj Prabhu in a translation, Mike. Hare Krishna, Prabhu. Krishna. Neither the host of demigods nor the great sages know my origin or opulences, for in every respect I am the source of the demigods and sages. Very good. Neither the host of demigods nor the great sages know my origin or opulences. For in every respect, I am the source of the demigods and sages. ഭഗവാൻ അർജുനോട് എന്താ പറയുന്നത്? അതായത് ദേവിദേവന്മാർക്കോ അല്ലെങ്കിൽ ഋഷിവര്യന്മാർക്കോ എന്റെ ഓപ്പറൻസിനെ പറ്റി അറിയാൻ പറ്റില്ല. അതായത് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് എന്നിൽ നിന്നാണ്. ഈ കാര്യം ഇവൻ അവർക്കും കൂടി അറിയില്ല. ഭഗവാൻ അത് അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവര് വളരെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്കും കൂടി അറിയില്ല. അഹം സർവസ്യ പ്രഭോ, അല്ലെ, എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ കാര്യം അവർക്കും കൂടി ഇത്രയും ഗ്രേറ്റ് എക്സോൾട്ടഡ് ഡിവോട്ടീസിനും കൂടി അറിയില്ല. ഐ എം റിവീലിംഗ് ദാറ്റ് ടു യു. കാരണം എന്താണ് അർജുനനോട് അത് കാണിച്ചാൽ അർജുനും ഭഗവാനും തമ്മിലുള്ള ആ സുഹൃത്ത് ബന്ധം. He is a pure devotee of the Lord, he is a friend of the Lord. അല്ലെ, സഖാഭാവത്തിന് സഖയാണ് ഭഗവാൻ. ഡെമിഗോഡ്സ് ആരെങ്കിലും ആ രസത്തിലാണോ, ആ ഭാവത്തിലാണോ? ഏതെങ്കിലും ഡെമിഗോഡ്സ് ഭഗവാന്റെ സഖഭാവത്തിലാണോ? ഇല്ല, ഡിവോട്ടിയാണ്. പക്ഷെ അതും ശുദ്ധ ഭക്തനാണോ? അല്ല, അത് സകാമ ഭക്തന്മാരാണ്. ഡെമിഗോഡ്സ് ഇന്ദ്രൻ, വായു, വരുണൻ, ചന്ദ്രൻ ആരെടുത്താലും സകാമ ഭക്തന്മാരാണ്. അവർക്കുണ്ട് മെറ്റീരിയൽ ആങ്കറിങ്, മെറ്റീരിയൽ ഡിസയേഴ്സ്. ശുദ്ധ ഭക്തന്മാരല്ല. പിന്നെ ഫ്രണ്ട് ആണോ, സഖ്യഭാവത്തിലാണോ? അല്ല. പക്ഷെ ഇവിടെ അർജുനൻ എങ്ങനെയാണ്? അർജുനൻ ഭഗവാന്റെ ഡിവോട്ടിയാണ്, ശുദ്ധ ഭക്തനുമാണ്. പ്ലസ് ഏത് മെലോനാണ്? സഖ്യഭാവത്തിലാണ്. മറ്റൊരു ഡെമിഗോഡ്സ് ഏത് ഭാവത്തിലാണ്? ദാസ്യഭാവത്തിലാണ്. അല്ലേ? അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, മെറ്റീരിയൽ ഡിസയേഴ്സ് ഉണ്ട്. ഇവിടെ അർജുനന് മെറ്റീരിയൽ ഡിസയേഴ്സ് ഇല്ല. പൂർണ്ണമായിട്ടും ഭഗവാന് സറണ്ടർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോ ആരാണ് ആക്ച്വലി സുപ്പീരിയർ ഇവിടെ? അർജുനൻ, അല്ലേ? അർജുനൻ കാണിച്ച അത്രയും ക്ലോസ് ആയിട്ട് ഈവൻ ഡെമിഗോഡ്സും കൂടി. ഡെമിഗോഡ്സിനെ ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. ഈവൻ ഭഗവാന്റെ ആ ഒരു സെലസ്റ്റിയൽ ഇൻസ്ട്രക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. ആകാശവാണി ഡയറക്റ്റ് ഓഡിയൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത്ര ഈസി ഒന്നല്ല. ഈവൻ ബ്രഹ്മാവും മറ്റ് ദേവീദേവന്മാരൊക്കെ പോയില്ലേ, ഭൂമിദേവി എല്ലാം കൂടിയിട്ട് പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ സ്തുതി ചെയ്തു. അപ്പൊ ഭഗവാന്റെ ഓഡിയൻസ് കിട്ടിയില്ല, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ മാത്രമേ കിട്ടിയുള്ളൂ, സെലസ്റ്റിയൽ വോയിസിൽ കൂടെ. അപ്പൊ അത്ര ഈസിയല്ല ഭഗവാനെ കാണാൻ. ഇവിടെ ഭഗവാന്റെ മടിയിൽ കിടന്നിട്ടാണ് അർജുനൻ ഉറങ്ങുന്നത്. അതിനുള്ള ഭാഗ്യം ആർക്കെങ്കിലും ഉണ്ടോ? നാരദ മഹർഷി വന്നപ്പോ ഭഗവാന്റെ മടിയിൽ അർജുനൻ കിടന്നുറങ്ങും. ആകെ ഞെട്ടിപ്പോയി. അപ്പോ ഉണർത്തണ്ട. എന്നിട്ട് പറഞ്ഞു,
നാരദ മഹർഷിയുടെ, അതായത് അർജുനന്റെ ഓരോ കൂപത്തു നിന്നും എന്താണ് കേൾക്കുന്നത് നോക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. അതാണ് അർജുനന്റെ ഭഗവാനുള്ള സറണ്ടറൻസും ഭഗവാനുള്ള ഭക്തി. അതുകൊണ്ട് ഈസ് എ പ്യൂർ ഡിവോട്ടി. അതുകൊണ്ടാണ് അർജുനന് ഭഗവത്ഗീത അർജുനനെ ഒരു നിമിത്തം മാത്രമാക്കിയിട്ടാണ്. അർജുനന് ഈ ഭഗവത്ഗീത ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അർജുനനെ ഒരു മായാവലയത്തിലിട്ടിട്ട് നമ്മളുടെ ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനൻ ശുദ്ധ ഭക്തനാണ്, അദ്ദേഹത്തിന് ആവശ്യമില്ല, അദ്ദേഹത്തിന് എല്ലാം അറിയാം. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ നാടകം എല്ലാം ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? neither the host of demigods nor the great sages know my original opulences. ഇവർക്ക് ആർക്കും അറിയില്ല. For in every aspect I am the source of demigods. അപ്പൊ ഇത് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ആക്ച്വലി പറഞ്ഞു കൊടുക്കുന്ന ആർക്കാണ്? നമ്മളെപ്പോഴുള്ള ആർക്കാണ്, അല്ലേ? പ്രഭുപാദ് എപ്പോഴും പറയും, ഒരു ഉദാഹരണം പറയും. മകനെ കല്യാണം കഴിഞ്ഞ മരുമകൾ വീട്ടിൽ വരും. മരുമകളോട് അങ്ങനെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മകള് ഇത്ര വേണം പറയാൻ. അപ്പോ രാവിലെ സമയത്തിന് എഴുന്നേറ്റെങ്കിൽ മകളോട് ഇന്ന് എന്തിനാ എത്ര ലേറ്റ് ആയിട്ട് എന്താ പറയാ ഉറങ്ങുന്നത്, അത് ശരിയല്ലല്ലോ, അങ്ങനെ ഉറങ്ങാൻ പാടില്ല. മകളെ ചാസ്റ്റൈസ് ചെയ്യും. ആക്ച്വലി ഈ മെസ്സേജ് ആർക്കാണ്? മരുമകൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഈ മെസ്സേജ് അർജുന് കൊടുത്താലും കൂടിയിട്ട് നമ്മളിപ്പോഴുള്ള ഫോളൺ സോഴ്സ്, കണ്ടീഷൻ സോഴ്സാണ് മെസ്സേജ്. മകള് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. കാരണം ചില ആദ്യം മകൾക്ക് ചെയ്തല്ലേ, മരുമകൾക്ക് ഒരു പുതിയ വീട്ടിലത്തെ അവിടുത്തെ കാര്യങ്ങൾ ചിട്ടവട്ടങ്ങളെന്ന് അറിയാം. അപ്പൊ ചിലപ്പോൾ ചില സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യാതിരിക്കാം, ഫോളോ ചെയ്യില്ല. അപ്പൊ അവരെ മരുമകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മകളെ ഉപയോഗിക്കുന്ന പോലെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അർജുനനെ ഇവിടെ ഭഗവാൻ ഉപയോഗിക്കാൻ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്. So as stated in the Brahma Samhita, Lord Krishna is the Supreme Lord. No one is greater than him. He is the cause of all causes. എന്നാണ് ശ്ലോകം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ നാദിരാദി ഗോവിന്ദ സർവകാരണ. Here it is also stated by the Lord personally that he is the cause of all the demigods and sages. ഭഗവാൻ തുല്യമായിട്ടും ഭഗവാന് മുകളിലും ആരുമില്ല, ബ്രഹ്മാവ് വളരെ. അതേ സമയം തന്നെ ഇവിടെ ഈ ശ്ലോകത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും ഉദ്ഭവം, അതായത് ഡെമിഗോഡ്സിന്റെയും ഋഷിവര്യമാരെയും എല്ലാം ഉദ്ഭവം ഭഗവാനാണെന്ന് ഈ ശ്ലോകം പറയുന്നു. Even the demigods and great sages cannot understand Krishna. They can understand neither his name nor his personality. So what is the position of so-called scholars of this tiny planet? അവർക്കും കൂടെ അറിയില്ല. അപ്പോ ഈ ചെറിയ ഗ്രഹത്തിലെ സോ കോൾഡ് സ്കോളേഴ്സ്, ഫിലോസഫേഴ്സിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് പറയുന്നത്. No one can understand why the Supreme God comes to earth as an ordinary human being and executes such wonderful, uncommon activities. One should know then that scholarship is not the qualification necessary to understand Krishna. അപ്പൊ ആർക്കും അതിന്റെ പരമസത്യം, എന്തിനാണ് ഭഗവാൻ ഒരു ഹ്യൂമൻ ഫോമിൽ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്, ഇതിന്റെ ശരിക്കുള്ള കാരണം ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല. So even the demigods and the great sages have tried to understand Krishna by their mental speculation and they have failed to do so. Especially Mayavada philosophy following ആൾക്കാരെ ആരാണ് ഭഗവാൻ ചോദിച്ചാൽ അറിയില്ല. സപ്താഹം, നമ്മുടെ നാട്ടിലൊക്കെ സപ്താഹം കേൾക്കാൻ പോയിരുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും, നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. വർഷാവർഷങ്ങളും സപ്താഹം നടത്തുന്ന ആൾക്കാരും, അതേപോലെ എല്ലാ വർഷങ്ങളും 4, 5, 6 സപ്താഹങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇത്ര കൊല്ലമായിട്ട് ഇതൊക്കെ കേട്ട് പരിചയമുള്ള ഒരാളോട് ചോദിച്ചു ആരാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ അവരിപ്പോഴും ശരിക്കുള്ള ഉത്തരം പറയാൻ പറ്റില്ല. കൃഷ്ണനാന്ന് പറയാനുള്ള ഉറപ്പിച്ച് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്ന് പറയാൻ എന്താ കാര്യം? കേൾക്കുന്ന ഭാഗവതം, പക്ഷെ ഭഗവാൻ ആരാണെന്ന് ഇത് എത്രയോ കാലമായിട്ട് കേട്ടു വരുന്നതാണ്. പക്ഷെ ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ അവർക്ക് ശരിക്കും ഉത്തരം പറയാൻ പറ്റില്ല. അതേപോലെയാണ് ഈവൻ ഡെമിഗോഡ്സിന് അറിയില്ല. അപ്പൊ വാട്ട് ടു സ്പീക്ക് ഓഫ് പീപ്പിൾ ലൈക്ക് അസ് അതാണ് പറയുന്നത്. സോ no one can understand why this supreme God comes to earth as an ordinary human being and executes
such wonderful uncommon activities. One should know then that scholarship is not qualification necessary to understand Krishna. Even the demigods and the great sages have tried to understand Krishna by the mental speculation. They failed to do so. In the Srimad Bhagavatam, also it is clearly said that even the great demigods are not able to understand Supreme Personality of Godhead. They can speculate to the limits of their imperfect senses and can reach the opposite conclusion of impersonalism, of something not manifested by the three qualities of material nature. Or they can imagine something by mental speculation, but it's not possible to understand Krishna by such foolish speculation. അവർക്ക് സ്പെക്കുലേഷൻ ചെയ്യാന്നല്ലാണ്ട് അവർക്കൊരു ശരിക്കൊരു റൈറ്റ് കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. ഒരുപാട് സ്പെക്കുലേറ്റ് ചെയ്യാം, അങ്ങനെ ആയിരിക്കാം. Nobody will come to a proper conclusion. Especially ഈ മായാവാദ ഫിലോസഫി, ഇമ്പൾസലിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ. Here the Lord indirectly says that if anyone wants to know the absolute truth, here I am present as the Supreme Personality. I am the Supreme. One should know this. I am the absolute truth. ഭഗവാൻ ഡയറക്റ്റ്ലി പറഞ്ഞു തന്നാലും നമ്മൾ വിശ്വസിക്കില്ല. നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞാലും നമ്മൾ സംശയിക്കും. One should know this. Although one cannot understand the inconceivable Lord who is personally present, he nonetheless exists. We can actually understand Krishna, who is eternal, full of bliss and knowledge, simply by studying his words in Bhagavad Gita and Srimad Bhagavatam. The conception of God as some ruling power or as an impersonal Brahman can be reached by persons who are in the inferior energy of the Lord, while the personality of God cannot be conceived unless one is in the transition. ഭഗവാൻ അനുഗ്രഹമില്ലാണ്ട് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങളിലും അതീതമായിട്ടുള്ള ആ ശുദ്ധ സത്വത്തിലേക്ക് പോകാണ്ട് ഭഗവാനെ മുഴുവനും പൂർണ്ണ രൂപത്തിലും, അതായത് പരമസത്യത്തെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഭഗവാനെ മനസ്സിലാക്കണം നമ്മൾ സത്വഗുണത്തിൽ എത്തണം, എന്നാലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സത്വഗുണത്തിൻ്റെ മീതെയും കയറിയിട്ട് ആ തലത്തിൽ പോകുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. Because most men cannot understand Krishna in his actual situation. Out of his causeless mercy, he is sent to show favor to such speculator. സാധാരണ ആൾക്കാർക്ക് നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ കരുണ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപത്തിൽ ഇവിടെ വരുന്നത്. ഒരു ഫേവറാണ്, അനുകമ്പ ഭഗവാന്റെ ഒരു ഫേവറാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് തന്നെ ഭഗവാൻ കാണിച്ചാൽ ഇത്രയും സൂപ്പർ ഹ്യൂമൻ പവർ ഉള്ള ആള്, സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഉള്ള ആള്, ഇതൊന്നും സാധാരണക്കാർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ ഭാഗ്യം കൊണ്ട് ഗുരു സാധു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നു. Okay, yet despite the Supreme Lord's uncommon activities, these speculators, due to contamination in the material energy, still think that the impulse of Brahman is supreme. അപ്പൊ അങ്ങനെയുള്ള ഇമ്പൾസിലിസ് എന്താണ്? ഭഗവാന്റെ ഈ ബ്രഹ്മൻ റിയലൈസേഷൻ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഭഗവാന്റെ ആ രൂപമുള്ള അബ്സല്യൂട്ടിന്റെ രൂപമുള്ള ഭഗവാൻ എന്നുള്ള ആസ്പെക്ട് മനസ്സിലാക്കുന്നില്ല. Only the devotees who are fully surrendered unto the Supreme Lord can understand by the grace of the Supreme Personality that he is Krishna. അത് നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ടല്ല, ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. The devotees of the Lord do not bother about the impersonal Brahman conception of God. The faith and devotion bring them to surrender immediately unto the Supreme Lord, and out of the causeless mercy of Krishna, they can understand Krishna. No one else can understand him. So even great sages agree what is Atma, what is the Supreme. It is he whom we have to worship. There are many questions. പ്രഭുജി പറഞ്ഞില്ലേ ഭഗവാന്റെ മേഴ്സി കൊണ്ടാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഭഗവാന്റെ മേഴ്സി വരണമെങ്കിൽ നമുക്ക് ലൗല്യം വേണം.
ആഗ്രഹം വേണ്ടേ? ലൗല്യം വേണം, തീവ്രമായിട്ടുള്ള ആഗ്രഹം. ആഗ്രഹം. ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം, ഭഗവാനെ അറിയാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പൊ ഭഗവാന്റെ കൃപ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അതാണ് രൂപഗോസ്വാമി പറഞ്ഞ ലൗല്യം. ലൗല്യം മീൻസ് എക്സസീവ് ഗ്രീഡ്. ഭഗവാനോടാവാം, ഭൗതിക വസ്തുക്കളോടാവാൻ പാടില്ല. അപ്പൊ ആ ലൗല്യങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗമമുണ്ട്. കാരണം വെച്ചാൽ ഐ വാണ്ട് ടു നോ ദി സുപ്രീം ലോർഡ്, ഐ വാണ്ട് ടു സെർവ് ഹിം. അതിനുള്ള തീവ്രമായിട്ടുള്ള ഇച്ഛ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ മേഴ്സി കിട്ടും, ഇല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലും? അത് ഇച്ഛ വരണമെങ്കിലും ഭയങ്കര പാടല്ലേ പ്രഭുജി? ഇച്ഛ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആദ്യം ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിലല്ലേ നമ്മളിതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു സിസ്റ്റത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യല്ലേ. അപ്പൊ ഈ സിസ്റ്റത്തിൽ ആദ്യം വേണ്ടത് ശ്രദ്ധ. അതാണ് ആദോ ശ്രദ്ധ തഥാ സാധുസംഘ ഭജനക്രിയ അനർത്ഥ നിവൃത്തി, അങ്ങനെ പോണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ശ്രദ്ധയിൽ നിന്ന് തുടങ്ങി, ശ്രദ്ധ എവിടുന്ന വരിക? സാധുസംഘം. സാധുസംഘം രണ്ടാമത് വന്നാലും കൂടി സാധുസംഘം ഉണ്ടെങ്കിൽ ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ നമുക്ക് ശ്രദ്ധ വരണമെങ്കിൽ സാധുക്കളായിട്ടുള്ള സംഘം ഉണ്ടാവും, അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. പിന്നെ അത് ഇന്റൻസിഫൈ ചെയ്യണം സാധുസംഘം. ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധുസംഘം ചെയ്യും. പിന്നെ അങ്ങനെ സാധുസംഘം വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭജനക്രിയ ചെയ്യും. ഭഗവത്ഗീത, ഭാഗവതം, കീർത്തൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടും. അത് ചെയ്യുമ്പോൾ എന്തായി? ഭഗവാന്റെ കൃപ നമുക്ക് കുറേശ്ശെ വരാൻ തുടങ്ങും. അപ്പോൾ എന്താ? അനർത്ഥ നിവൃത്തി, നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം പതുക്കെ പതുക്കെ, അല്ലേ? പിന്നെ രുചി, ആസക്തി, നിഷ്ഠ, രുചി, ആസക്തി, പിന്നെ ഭാവപ്രേമം, അങ്ങനെ ആ ലേഡറിൽ ഇങ്ങനെ പോകും. അപ്പോൾ ശ്രദ്ധ വേണം, അതിനുള്ളൊരു ഇൻക്ലിനേഷൻ വേണം. പിന്നെ ഈ പ്രോസസ്സ് കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു കൃപ കിട്ടും നമുക്ക്, ഇല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കിട്ടില്ല. അപ്പം നമ്മൾ പരീക്ഷയിലേക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയത്നിക്കണ്ടേ? വെറുതെ പോയിട്ട് ഇരുന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. സോ വി ടു ടേക്ക് എഫേർട്ട്, പഠിക്കുക വേണം. പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കൃപ ഉണ്ടായിരിക്കും. എന്തിന്? കാര്യങ്ങൾ വേണ്ടതുപോലെ എഴുതാനുള്ള മറവി ഇല്ലാതെ എല്ലാം വേണ്ട സമയത്ത് വേണ്ടത് ഓർമ്മ വെച്ച് നമുക്ക് എഴുതാനുള്ള, അത് ഭഗവാന്റെ കൃപയാണ്. നമ്മൾ എത്ര തന്നെ പഠിച്ചാലും ശരി, നമുക്ക് അറഗൻസ് ആണ്, നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ഭഗവാൻ ആ സമയത്ത് ഒന്ന് കവർ ചെയ്യും, ഒരു കൈ ഒന്ന് വീശും, മതി, ബ്ലാങ്കായി, ഒന്നും ഓർമ്മ വരില്ല. എനിക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ, ഞാൻ കേമനാണ്, കെങ്കേമനാണ്, അങ്ങനത്തെ ഒരു അറഗൻസ് വരികയാണെങ്കിൽ, അപ്പോൾ സറണ്ടറൻസ് എവിടെയുണ്ടോ ഭഗവാനെ സറണ്ടർ ചെയ്തിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ, കാപ്പബിലിറ്റിയിൽ, പക്ഷെ ഇനിയെല്ലാം അങ്ങേക്ക് വിട്ടുവരുന്നു, ആ സമയത്ത് എനിക്ക് വേണ്ടതുപോലെ ഓർമ്മ തരണേ എന്ന് കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ ഭഗവാൻ കൂടെ നിൽക്കും. അല്ല, എന്ത് ഭഗവാൻ, ഈ ഞാനല്ലേ പഠിച്ചത്, ഞാനല്ലേ, എനിക്ക് എല്ലാം ഭയാട്ടോ, ഞാൻ എത്ര 6 മാസമായിട്ടും കഴിഞ്ഞു, വെള്ളം പോലെ, ഒരു ഭഗവാനും ഇല്ല. അങ്ങനെ പരീക്ഷ എഴുതാൻ പോയാൽ ഭഗവാൻ ഒരു കൊട്ട് തരും. പിന്നെ ഫസ്റ്റ് വരുന്ന ആള് സെക്കൻഡ് വരും, ആ സെക്കൻഡിൽ ടോട്ടലി ഡിജക്ഷൻ, ഡിപ്രഷൻ, അങ്ങനെ വന്നാൽ എന്താ? തൻ്റെ ജീവിതം കൂടി ഒതുക്കും. ഒരു ഹാഫ് മാർക്കേൻ്റെ ആയിരിക്കും കുറവൊന്നുണ്ടാവുള്ളൂ, അത് മതി. പിന്നെ അദ്ദേഹത്തിന് ടോട്ടലി കൊളാപ്സായി, മറ്റുള്ളവരും ഫേസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാറ്റിലും ഫസ്റ്റ്, 10ാം ക്ലാസ്സിലത്തെ ഫൈനൽ ടെസ്റ്റിൽ സെക്കൻഡ് വന്നു, അല്ലെങ്കിൽ തേർഡ് വന്നു, ടോട്ടലി കൊളാപ്സ് ആകും ആ കുട്ടി, ഇല്ലേ? ആവില്ലേ?
തീർച്ചയായിട്ടും. കാരണം തൻ്റെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു ഇത്. ഇത്രയും കാലം ഞാൻ ഫസ്റ്റ്, ഇന്ന് ഞാൻ സെക്കൻഡ് വന്നു. അപ്പോ അത് അഹന്ത. ഭഗവാന്റെ മേഴ്സി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിസീവ് മോഡിൽ മാത്രമേ പറ്റുള്ളൂ. സബ്മിഷൻ വേണം. സബ്മിഷൻ ഇല്ലാണ്ട് നടക്കില്ല. ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളല്ല അതിൻ്റെ ആള്. നമ്മൾ താൻ പാതി ദൈവം പാതി. നമ്മളുടെ പ്രയത്നം ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ സാങ്ഷൻ ചെയ്യുന്നത് ഭഗവാനാണ്, നമ്മൾ മറക്കരുത്. ഓക്കെ. ഉപദൃഷ്ട ഹനുമന്താച്ച, ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അടുത്ത് പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഉപദൃഷ്ട അനുമന്ത. അപ്പൊ ഉപദൃഷ്ട വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നതും എല്ലാം വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അറിയാം. പക്ഷെ ഉള്ളില് ഭയങ്കര അറഗൻസ്. ഞാനാണ് ഇതിന്റെ കാരണക്കാരന്, എന്നിലും ഇതൊരാളില്ല. അപ്പൊ അവിടെ നിന്ന് സാങ്ഷൻ ഒന്ന് കുറയ്ക്കും, അവിടെ നിന്ന് പിരിമുറുക്കും. അപ്പൊ ഭഗവാനാണ് ഉപദൃഷ്ടയും അതേപോലെ അനുബന്ധം. ഭഗവാൻ മാത്രമല്ല, ഭാഗവതത്തിൽ പറയുന്ന 13 ആൾക്കാരാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും വിറ്റ്നസ് ചെയ്യുന്നത് 13 ആൾക്കാരാണ്, 1-2 ആൾക്കാരല്ല. നമ്മൾ വിചാരിക്കുന്നു, ഒരു സ്റ്റോറി ഉണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ആ ശ്ലോകം ഞാൻ വായിക്കാം. സൂര്യോഗ്നിഖം മരുദേവ സോമ സന്ധ്യാഹാനി ദിശ കം ഖു സ്വയം ധർമ്മ ഇതി ഹി ഏതേ ദൈഹ്യസ്യ സാക്ഷിണ. 13 പേര്. ആരൊക്കെ അറിയോ? സൂര്യ, സൺ, ഗോഡ്, അഗ്നി, ഫയർ ഗോഡ്. സൂര്യ, സൺ ഗോഡ്, അഗ്നി, ഫയർ ഗോഡ്, ഖം, the sky, Marut, air, Deva, demigods, Soma, moon, Sandhya, evening, Aha, Ahani, the day and night, Disha, the 10 directions, Kam, the water, Ku, the land, Swayam, personality, Dharma, Raj or super soul. ഇത്രയും ആൾക്കാര് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി കാണുന്നത്. സൂര്യ ഭഗവാൻ, ചന്ദ്ര ഭഗവാൻ, ഡെമി ഗോഡ്സ്, 10 ഡയറക്ഷൻസ്, ആകാശം, പിന്നെ എയർ, സന്ധ്യ, ഈവനിങ്. അതായത് സന്ധ്യ പറഞ്ഞാൽ ജങ്ഷർ സന്ധ്യ. പിന്നെ ദ ഡേ ആൻഡ് നൈറ്റ്. പിന്നെന്താ പറയുന്നത്? വാട്ടർ, ലാൻഡ്. ഇതെല്ലാം ഇതിനു പുറമെ ധർമ്മരാജാവ് അല്ലെങ്കിൽ സുഖസു എന്നാണ് പറയുന്നത്. അപ്പൊ 13 പേര് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും. കനകദാസ് പണ്ടൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു ഉടുപ്പിയില്. അദ്ദേഹം വളരെ പാവപ്പെട്ടെന്ന ഒരു താഴെ കുലത്തിൽ നിന്ന് ജനിച്ചുള്ള ഒരു ഡിവോട്ടിയാണ്. പക്ഷെ നല്ല ഡിവോട്ടിയാണ്, നല്ല ഡിസൈപ്പിളാണ് ഗുരുവിന്റെ. അപ്പോൾ ഈ ഡിസൈപ്പിളിനെ കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കും, കാണിച്ച് നന്നായി പഠിക്കും, നന്നായിട്ട് അനുസരണമുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഒരു സ്പെഷ്യൽ ഫേവർ, കൺസിഡറേഷൻ കൊടുക്കുന്നു എന്ന് മറ്റുള്ള ബ്രാഹ്മണ ശിഷ്യന്മാർക്ക് കുറച്ച് അസൂയ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ എലിവേറ്റഡ് പൊസിഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരു ഒരു ദിവസം എല്ലാവരും വിളിച്ച് പറഞ്ഞു, എല്ലാവർക്കും അവരെ മാങ്ങ കൊടുത്തു പറഞ്ഞു നിങ്ങളിതെല്ലാം എല്ലാവരും പോയി കഴിയണം, പക്ഷെ ഒരാളും കാണാൻ പാടില്ല. ഒരാളും കാണാതെ നിങ്ങൾ ഈ മാമ്പഴം കഴിക്കണം. എല്ലാവരും, ചില ആൾക്കാർ റൂമിൽ പോയി, ചില ആൾക്കാർ ഗുഹയിൽ പോയി, ചില ആൾക്കാർ വൃക്ഷത്തിന്റെ മറവിൽ പോയി, അവിടെയും പോയി നോക്കി, ആരും കാണുന്നുണ്ടോ ഇല്ല, ആരും കാണുന്നില്ല. എല്ലാവരും കഴിച്ചു വന്നു. കനകദാസ് മാത്രം മാങ്ങ കൈ പിടിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഗുരു ചോദിച്ച്, നിങ്ങളെല്ലാം കഴിച്ചു? ഞങ്ങളെല്ലാം കഴിച്ചു. ആരും കണ്ടില്ല, ഒറ്റ കുട്ടി കണ്ടില്ല. ഞാൻ റൂമിൽ വാളൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ടാണ് കഴിച്ചത്, ഞാൻ കേവലം ഇതൊക്കെ അടച്ചിട്ടാ കുറ്റി. അങ്ങനെ എല്ലാവരും പറഞ്ഞു.
അപ്പൊ കനകദാസന്റെ കയ്യിൽ മാത്രം മാങ്ങ. അപ്പൊ ഗുരു ചോദിച്ചു, നീ എന്താ കഴിക്കാത്തത്? അപ്പൊ ഞാൻ എവിടെ ചെന്നപ്പോഴും പരമാത്മാവ് എപ്പോഴും കൂടെയുണ്ട്, പരമാത്മാവ് എപ്പോഴും എന്നെ വീക്ഷിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്ന് മറ്റുള്ള ശിഷ്യന്മാർക്ക്, ബ്രാഹ്മണ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ അത്. മറ്റുള്ളവരും തോറ്റു ഈ ടെസ്റ്റിൽ. അപ്പൊ ഗുരുവിന്റെ ഒരു ഇതായിരുന്നു, ടെസ്റ്റ് ആയിരുന്നു. അതായത് കനകദാസ് പറഞ്ഞ ശൂദ്ര കുടുംബത്തിൽ ജനിച്ചാലും ശരി, താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചാലും ശരി, പക്ഷെ അദ്ദേഹത്തിന്റെ പൊസിഷൻ എലിവേറ്റഡ് ആണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സാക്ഷി ഭഗവാൻ മാത്രം, പരമാത്മാവ് മാത്രമല്ല. നമ്മൾ വിചാരിക്കും പരമാത്മാവ് കാണുന്നില്ല, ഓക്കെ, ബാക്കി എത്ര ആൾക്കാരാ സാക്ഷി? സൂര്യൻ, ചന്ദ്രൻ, 10 ദിശകള്, ഭൂമി, വെള്ളം, വായു, ഇതെല്ലാം സാക്ഷ്യം വഹിക്കാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർത്തവ്യങ്ങളും, ഓരോ കാര്യങ്ങളും. അപ്പൊ നമ്മളുടെ എഫേർട്ട് എങ്ങനെയായിരിക്കണം? യാതൊരു പ്രൊപ്പറേറ്റർഷിപ്പും ഇല്ലാത്ത എഫേർട്ടായിരിക്കണം. ഡിസ്ക്ലെയിമർ. അതായത് ഞാനല്ല അത് ചെയ്യുന്നത്, ഇത് ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓരോന്നും. അല്ലാണ്ട് ഞാൻ എന്ന ഭാവത്തോടെ, അത് എന്താണ്? അഹംഭാവം. ഞാനാണ്. എന്താണ് ശ്ലോകം? ഭഗവാൻ പറയുന്നത്, അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ പ്രകൃതേ ക്രിയമാണാനാം ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. അല്ലേ? ഇതെല്ലാം കർത്ത അഹം, ഞാനാണ് ചെയ്യുന്നത് എന്ന അഹങ്കാരത്തോട് പറയുന്നത്. പക്ഷേ ഇത് ആരാണ് ചെയ്യുന്നത്? നമ്മളുടെ ഗുണം, നമ്മൾ ഏത് ഗുണത്തിലാണോ അകപ്പെട്ട് ജീവിക്കുന്ന ആ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ കർത്താം, ഈ ഗുണം ഏത് ഗുണത്തിലാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഗുണങ്ങളാണ്. പിന്നെ ഭഗവാന്റെ സാങ്ഷനും. നമ്മളൊരു ആക്ച്വലി ഒരു പപ്പറ്റാണ്, ആക്ച്വലി സ്പീക്കിംഗ്, ഒരു യന്ത്രം. അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യന്ത്രമാണ് നമ്മൾ. ഈ ശരീരം യന്ത്രം മാത്രമാണ്. സോളാണ് പ്രോപ്പർ. ആ സോളിനെ നമ്മൾ ഉറക്കിക്കിടത്തിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് മാത്രമാണ് ഇതിൽ കൾപ്രിറ്റ്. ഇതെല്ലാം നമ്മളുടെ ആ എല്ലാ ആഗ്രഹങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സട്ടിൽ മൈൻഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മളുടെ ഈ ശരീരം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനസ്സാണ് പറയുന്നത്, യു ആർ എവറിത്തിങ്, യു ആർ ടോപ്പ്, യു ആർ ദ ഡൂവർ. അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സാണ്. ഭഗവാനെ നമ്മൾ മറക്കുന്നു, നമ്മളുടെ സ്വന്തം ആത്മാവിനെ നമ്മൾ മറന്ന് അതിനെ ഡോർമെന്റ് ആക്കിയിട്ട് ബാക്കി നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് മനസ്സാണ് നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അവിടെ ഇന്റലിജൻസും ഉറങ്ങിക്കിടക്കുകയാണ്. പരമാത്മാവ് ഡബിൾ ബ്ലാങ്കറ്റ് ഇട്ട് ഉറങ്ങിക്കിടത്തി. മനസ്സിലാക്കിയല്ലേ? ഇന്റലിജൻസും ഉറക്കിക്കിടത്തി. മൈൻഡ് ഈസ് എ കൾപ്രിറ്റ്. മൈൻഡ് ഈസ് പ്ലേയിങ് ദ ബിഗ് റോൾ, ദ ബിഗ് ബോസ്. ടെക്സ്റ്റ് 3 അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 5 minutes ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ വല്ലതും ഉണ്ടോ? വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ च पतितानां पावनेभ्यो वैष्णवेभ्यो नमः. अनंत कोटि वैष्णव की जय। श्री प्रभुपाद की जय। गुरु महाराज की जय। गो प्रेमानंदे हरि हरि। So